ആര്യടം ഷൗക്കത്ത് ഒരു തവണ അവിടെ മത്സരിച്ചതാണല്ലോ. അന്ന് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം ആ ഒരു ഇമേജിലല്ല മത്സരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവാണ്. ഇപ്പോൾ നേരത്തെ അജിം ഷൗക്ക് സൂചിപ്പിച്ചതുപോലെ ആര്യടൻ മുഹമ്മദുമായും ആര്യടൻ ഷൗക്കത്തുമായും ഒക്കെ മുസ്ലിം ലീഗിന് അത്ര നല്ല ബന്ധമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാർക്കശ്യത്തിലൊക്കെ ഒരു ഭയങ്കര ഡയല്യൂഷൻ സംഭവിക്കുകയും മുസ്ലിം ലീഗുമായി ഒരടുത്ത ഒരു ബന്ധം സ്ഥാപിക്കാൻ ആര്യടൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന ആ ഒരു അസ്പൃശ്യത ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷൗക്കത്തിന് ഗുണം ചെയ്യും. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ ഘടകങ്ങൾ, അതായത് ഇനിയൊരു ഭരണം കൂടി മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. 10 കൊല്ലം ഭരണത്തിൽ നിന്ന് മാറി നിന്ന ഒരു പാർട്ടിക്ക് ഇനി മൂന്നാമതും അല്ലെങ്കിൽ 11ാം വർഷം മുതൽ വീണ്ടും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ കൈ മെയ് മറന്നുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലീഗ് വളരെ ശക്തമായി മുന്നിട്ട് നിന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ വിജയിക്കാൻ UDF സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ കൃത്യമായ പങ്കാളിത്തം ഇതിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഞാൻ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു എലമെൻറ്റ്. രണ്ടാമത്തെ കാര്യം, ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലം വളരെ പരിചിതമാണ്. നേരത്തെ മത്സരിച്ചതുകൊണ്ട് മാത്രമല്ല, അവിടെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്കുള്ള പരിചയമുണ്ട്. അല്ലാതെ അദ്ദേഹം അവിടെ ആദിവാസി മേഖലയിലടക്കം ഒരുപാട് മറ്റേ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമല്ല, പല സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം പല തലങ്ങളിലായി നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കൂട്ടുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന് വലിയ സാധ്യത അവിടെ കാണുന്നുണ്ട്. പക്ഷേ M സ്വരാജ് വരുന്നത് വരെ ആ സാധ്യത നമുക്ക് വളരെ വലുതായി പറയാമായിരുന്നു. പക്ഷേ M സ്വരാജ് വന്നതോടുകൂടി CPM-നുണ്ടായിരിക്കുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവേശം ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഏറെ കാലത്തിന് ശേഷം ഒരു ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി, പറഞ്ഞു നിൽക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥി അവർക്ക് മുന്നിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചില്ല എങ്കിൽ തന്നെയും അവരുടെ കേഡർ വോട്ടുകൾ, അവരുടെ അനുഭാവികളുടെ വോട്ടുകൾ, അത് അവിടെ നിർത്തുക എന്നുള്ളത് CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ CPM ഇതിൽ ഉദ്ദേശിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ വിജയിച്ചില്ലെങ്കിൽ തന്നെയും അത് CPM-ൻ്റെ പരാജയമായി വരരുത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും വരരുത് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് സ്വരാജിനെ അവിടെ നിർത്തുന്നത്. അല്ലെങ്കിൽ സ്വതന്ത്ര പരീക്ഷണം തന്നെയായിരുന്നു അവർ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ആ സ്വതന്ത്ര പരീക്ഷണം അവർ മാറുന്നു. ഇപ്പോഴത്തെ ഘട്ടത്തിൽ, ഈ അൻവറുമായുള്ള ഇഷ്യൂ കിടക്കുന്ന ഘട്ടത്തിൽ, ഈ വർദ്ധിത ആവേശത്തോടു കൂടി സ്വരാജിന് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന UDF-ൻ്റെ മുൻതൂക്കം അവർക്കിപ്പോൾ ഇല്ല എന്നുള്ളത് സത്യമാണ്. അതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ വലിയൊരു പോരാട്ടം തന്നെയാണ് ഇത്തവണ നിലമ്പൂർ നടക്കാൻ പോകുന്നത്. പോത്തുകല്ല്, അമരമ്പലം, ഈ 2 പഞ്ചായത്തുകളിൽ LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ മറ്റ് പഞ്ചായത്തുകൾ, നിലമ്പൂർ നഗരസഭയിലും അത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ LDF-ന് സാധിക്കണമെന്നില്ല. പക്ഷേ ഇവിടങ്ങളിലൊക്കെ ഈ പറയുന്ന ഒരു വലിയൊരു ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്. ഇപ്പം നിലമ്പൂർ 6000, അങ്ങനെ ഒരു 6000, 5000, 4000 വോട്ടിൻ്റെയൊക്കെ ഒരു ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്. LDF-നും UDF-നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന വോട്ടുണ്ട്. ആ വോട്ട് ആര് പിടിക്കുന്നു എന്നനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഏതായാലും ആദ്യത്തേതുപോലെ ഒരു വലിയ മുൻതൂക്കം ഇപ്പോൾ UDF-നില്ല. എന്നാൽ നേരിയ മുൻതൂക്കം ഉണ്ട് താനും. പക്ഷേ വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രചാരണം മുന്നോട്ട് പോകുന്നു, അൻവറിൻ്റെ നിലപാട് എവിടം വരെ നിൽക്കുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ.